ഹലോ ഫ്രണ്ട്സ്, ഗ്രാൻഡ് ഇടുക്കി യൂട്യൂബ് ചാനലിലെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ആവിയിലൊക്കെ വെച്ച് വേവിച്ചെടുക്കുന്ന ഒരു കുട്ടി കേക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് നമ്മുടെ പഴം വെച്ചിട്ടാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പഴമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ പഴമായിപ്പോയേ. അപ്പോൾ പഴമൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാൻ തൊലിയൊക്കെ പൊളിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിങ്ങനെ അല്ലാതെ നമ്മുടെ സ്പൂണൊക്കെ വെച്ച് ഇത് ഉടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണേ. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടതൊന്ന് അടിച്ചെടുക്കാമെന്ന് വെച്ചു. അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഞാൻ കാണിക്കാവേ. ഇതാ നമ്മുടെ പഴം ഞാൻ മിക്സിയുടെ ജാറിലിട്ടാ നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ പഴത്തിന് മധുരം ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇവിടെ ചേർക്കുന്നുള്ളൂ. 2.5 ടീസ്പൂൺ പഞ്ചസാര ഇവിടെ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ പഴത്തിൻ്റെ പഞ്ചസാരയുടെയും കൂടത്തിൽ ഒരു മുട്ട കൂടി ഞാനകത്ത് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഏലക്കാപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു അരിപ്പ ഇവിടെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഈ അരിപ്പയിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഞാൻ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ഗോതമ്പ് പൊടി അരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കുവാണേ. ബേക്കിംഗ് സോഡ വേണേലും ചേർക്കാം കേട്ടോ. നമുക്കിത് അരിച്ചതിലേക്ക് ഇടാം. അപ്പോൾ നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിൽ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറിക്കിട്ടും. ഇതാ നമ്മൾ എല്ലാം അരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. അഥവാ നമ്മുടെ മാവ് ടൈറ്റായി പോയാൽ ലേശം പാലും കൂടെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവേ. ഇതാ ഈ പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിലെ എടുത്ത് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ച്. ഇതാ ഞാൻ ഡിസ്പോസിബിൾ ഗ്ലാസ് ആട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ സ്റ്റീലിൻ്റെ ചെറിയ ചെറിയ ബൗൾസൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിലും മതി. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി ഓയിൽ തടവണമെന്നുള്ളതേ ഉള്ളൂ. ഓയിൽ നല്ലോണം തടവി കൊടുക്കണം, കാരണം അല്ലെങ്കിൽ ഇതെല്ലാം അപ്പടി പിടിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓയിൽ തടവി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ നമുക്ക് കോരി ഒഴിക്കാം. നമ്മൾ നിറച്ചൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഒരു പകുതി കണക്കൊക്കെ നമ്മൾ ഒഴിക്കുന്നുള്ളൂ. കാരണം ഇത് നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് ഇത് പൊങ്ങി വരും. എന്നിട്ട് നമുക്ക് അരപ്പാത്രം വെച്ച് നിറച്ച് നമുക്ക് ഓരോന്നും എടുക്കാം. ഓരോ ഗ്ലാസ്സും നമുക്ക് ഇങ്ങനെ ഇതുപോലെ നിറച്ച് നമുക്ക് എടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവരെല്ലാം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ എല്ലാം അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോ ഗ്ലാസ്സും നിറച്ച് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ബാറ്ററെല്ലാം ഞാൻ ഡിസ്പോസ് ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് റെഡിയാക്കി വെച്ചു. ഇത് നമ്മുടെ ഉണക്കമുന്തിരി എൻ്റെ ഇരുന്നാണേ. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് വെച്ച് കൊടുത്താൽ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കാഷ്യൂനട്ടുമുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ആവിയിൽ വേവിക്കുവാണ് കേട്ടോ. ആ പാത്രത്തിൽ വെള്ളം വെച്ചു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാവേ. വെള്ളം നന്നായിട്ട് തിളച്ച് വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. ഇത് വിട്ടിരുന്ന് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര സമയം വെക്കണമെന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാവേ. നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ആവിയിൽ വെച്ച പഞ്ഞി പോലത്തെ കേക്ക് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് വിട്ട് വരാൻ ഭയങ്കര ഇതായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന്
തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് എടുക്കുക. ഇങ്ങനെ പോരുത് കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോന്നും എടുക്കാം. ഇതൊരു 15 മിനിറ്റ് കൂടുതൽ ഞാൻ ആവിയിൽ വെച്ചില്ല കേട്ടോ. അതിന് മുമ്പ് നമുക്ക് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇതിനകത്തു നിന്നൊന്ന് എടുക്കാം. ഇതാ നമ്മുടെ ആവിയിൽ വേവിച്ച നമ്മുടെ പഞ്ഞി പോലത്തെ സോഫ്റ്റ് കേക്കാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വിഭവമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.